ഹലോ. ഹലോ അമ്മ. ഞാൻ അമ്മയോട് മിണ്ടില്ല. അതെന്താ മോനെ? എന്താ അമ്മയോട് മിണ്ടാത്തെ? അമ്മയോട് മോന് എന്താ ദേഷ്യം? എന്റെ സുഹൃത്ത് ശ്രുതിയില്ലേ, അവളുടെ അമ്മ ഇന്ന് വന്ന് അവളെ കണ്ട് അവൾക്ക് പുതിയ ഡ്രസ്സും കാറും എല്ലാം മേടിച്ചു കൊടുത്തു. പോ അമ്മേ, അമ്മ എന്നെ കാണാൻ ഇന്ന് വന്നില്ലല്ലോ. ഇന്നലെയല്ലേ അമ്മ മോനെ വന്ന് കണ്ടത്? പക്ഷെ ഇന്ന് വന്നില്ലല്ലോ. പോ, ഞാൻ അമ്മയോട് പിണക്കുക. മോൻ അമ്മയോട് സംസാരിച്ചില്ലെങ്കിൽ അമ്മ കരയും. അമ്മേ, അമ്മേ ഞാൻ വെറുതെ പറഞ്ഞതാ. എന്തിനാ കരയുന്നേ? എന്റെ ചുന്നരിയമ്മയല്ലേ, എന്റെ മുത്തല്ലേ, കരയാതെ കേട്ടോ. അമ്മ എന്നെ കാണാൻ വരുമ്പോ ചോക്ലേറ്റ് എല്ലാം മേടിച്ചു തരാം. ശരി, അമ്മ കരയില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ അമ്മ ഇന്ന് വന്ന് എന്നെ കാണണം. എന്നാലേ ഞാൻ അമ്മയ്ക്ക് ചോക്ലേറ്റ് മേടിച്ചു തരൂ. അയ്യോ, അമ്മയ്ക്കിന്ന് ഒരുപാട് പണിയുണ്ടല്ലോ. അമ്മേ നാളെ വന്ന് മോനെ കണ്ടോളാം കേട്ടോ. നാളെയോ? ശരി. പക്ഷെ അങ്ങനെയാണെങ്കിൽ അമ്മ വേണ എനിക്ക് ചോക്ലേറ്റ് മേടിച്ചു തരാം. ഓക്കേ അല്ലേ? ശരിയടാ മോനെ. അങ്ങനെ മേടിക്കുമ്പോ ശ്രുതിക്കും ചേർത്ത് മേടിക്കണം. മറക്കരുത് കേട്ടോ. എന്റെ മോനും ശ്രുതി മോക്കും കേക്കും ചോക്ലേറ്റും കാറും ബൊമ്മയും എല്ലാം അമ്മ വാങ്ങിക്കൊണ്ട് വരാം. എന്തേ പോരെ? ബൊമ്മയും കാറോ? വാവ്, നല്ല അമ്മ. ചക്കര ഉമ്മ. ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങ്. അമ്മേ രാവിലെ വന്ന് മക്കളെ കാണാം കേട്ടോ. ഓക്കേ അമ്മ. ഗുഡ് നൈറ്റ്. ലവ് യു. ലവ് യുടാ മോനെ. ഗുഡ് നൈറ്റ്. എന്നാ ഞാൻ ഫോൺ കട്ട് ചെയ്യട്ടെ. ബൈ. ഹലോ. ഹലോ ബോന. പറയേട്ടാ. എന്താ ഉറങ്ങുമായിരുന്നു? അതെ രമേശ് ഏട്ടാ, ഇന്നലെ രാത്രി പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. പറയേട്ടാ, എന്തെങ്കിലും അത്യാവശ്യമാണോ? സോറി ട്ടോ, നിന്നോട് ചോദിക്കാതെ തന്നെ ഞാനൊരു അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്തു. എന്താ രമേശ് ഏട്ടാ, ഏട്ടൻ അറിയാവുന്നതല്ലേ. ഇത് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാ. അത് മാത്രമല്ല, എനിക്ക് പീരിയഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും ഉണ്ട്. പ്ലീസ് ഈ അപ്പോയിൻമെന്റ് ഒന്ന് ക്യാൻസൽ ചെയ്യാവോ? ബോന, നിന്റെ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് നിനക്കെന്നെ അറിയാം. ഇത് നീ വിചാരിക്കുന്ന പോലെ റെഗുലർ അപ്പോയിൻമെന്റ് ഒന്നുമല്ല. ജസ്റ്റ് 1 hour അദ്ദേഹത്തിനോട് സംസാരിക്കണം, അത്രേ ഉള്ളൂ. എന്താ ഓക്കെ അല്ലേ? സംസാരിക്കാനാണെങ്കിൽ എന്തിനാ എൻ്റെ അടുത്ത് വരുന്നത്? വേറെ ആരെങ്കിലും ചെന്ന് കാണാൻ പറ. നീ വിചാരിക്കുന്ന പോലെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയല്ല അദ്ദേഹം വരുന്നത്. ഇത് നിന്നെ കുറിച്ചുള്ള ഇന്റർവ്യൂവിന്റെ അപ്പോയിൻമെന്റ് ആണ്. ഇന്റർവ്യൂവോ? എന്താ ഏട്ടായി പറയുന്നത്? എന്നെ ഇന്റർവ്യൂ ചെയ്യാനും മാത്രം ഞാൻ എന്ത് നേടിയെടുത്തുന്നാ? പക്ഷേ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആള് നിന്നെ തന്നെ ഇന്റർവ്യൂ എടുക്കണമെന്ന് വാശി പിടിക്കുകയാണ്. എന്താ ഏട്ടാ ഇത്? എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് എന്ത് കിട്ടാനാ? അത് മാത്രമല്ല, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കും. ആഹ്, ഇതൊന്നും സെറ്റാവില്ല ഏട്ടാ. ബോന, നിന്നെ ഇന്ന് ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ചന്ദ്രശേഖർ. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ്. സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് ആർട്ടിക്കിൾസ് എഴുതിയിട്ടുണ്ട്. നിന്നെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ 3 മാസമാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് അപ്പോയിൻമെന്റിന് ഓക്കെ പറഞ്ഞത്. അതുമാത്രമല്ല, അദ്ദേഹത്തിനോട് വേറെ ആരും വരുമില്ല. അതുകൊണ്ട് നീ വിചാരിക്കുന്ന പോലെ യാതൊരു ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കില്ല. നല്ലോണം ആലോചിച്ച് ഒരു തീരുമാനം പറയും. നിന്നോടുള്ള വിശ്വാസത്തിൽ ഓക്കെ പറഞ്ഞു പോയി. ഏട്ടൻ ഇത്രയും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ സമ്മതിക്കാം ഏട്ടാ. അരുതാത്തതൊന്നും സംഭവിക്കാണ്ട് നോക്കണേ. എന്താന്ന് വെച്ചാ, നാളെ അതെന്റെ കുട്ടികളുടെ ഭാവിയെ യാതൊരു വിധത്തിലും ഒരിക്കലും ബാധിക്കരുത്. തീർച്ചയായും ഈ ഇന്റർവ്യൂ നിന്റെ ജീവിതത്തിൽ ഒരു ചെറിയ
മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം കൃത്യം 3 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം വിളിക്കുണ്ടോ? ശരി ഏട്ടാ. ഹലോ. ഹലോ, ഇത് ഭുവനയല്ലേ? അതെ, നിങ്ങളാരാ? രമേശാ നിങ്ങളുടെ നമ്പർ തന്നിരുന്നത്. എന്റെ പേര് ചന്ദ്രശേഖർ. ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ആ സർ, രമേശ് ഏട്ടൻ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ, ഇതാണ് എന്റെ വാട്സാപ്പ് നമ്പർ. നിങ്ങളുടെ ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്താ ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കാണാനിരിക്കുക. ഓക്കെ സർ. ഓക്കെ. ഹലോ. ഹലോ, പറഞ്ഞോളൂ സർ. ഭുവന, ഞാൻ ചന്ദ്രശേഖർ. നിങ്ങൾ അയച്ച ലൊക്കേഷനിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. എക്സാക്റ്റ് ആയിട്ട് ഏത് വീടാ? അവിടെ തൊട്ടടുത്തൊരു വാട്ടർ ടാങ്ക് ഉണ്ടാവും സർ. വാട്ടർ ടാങ്ക്. ഇതാ ഇവിടെ ഉണ്ടല്ലോ. ആ വാട്ടർ ടാങ്കിന്റെ അടുത്തുള്ള റൈറ്റിലെ 3ാമത്തെ വീടാ. ഓക്കെ ഓക്കെ, ഞാനിതാ വന്നു കേട്ടോ. ശരി സർ. നിങ്ങളല്ലേ ഭുവന? അതെ, അകത്തേക്ക് വരൂ. താങ്ക് യു. ഇരിക്കൂ സർ. താങ്ക് യു മാം. സർ, ടീ കോഫി വല്ലതും കുടിക്കുന്നു? നോ താങ്ക്സ്. കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളാം. ഓക്കെ സർ.